നമസ്കാരം, ഞാൻ രമ്യാഹരിശങ്കർ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ എല്ലാവരും ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ വരും. ഇന്ന് നമുക്ക് പച്ചത്തക്കാളി കറി എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ പച്ചത്തക്കാളി ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. നല്ല ഗ്രീൻ തക്കാളിയാണ്, നല്ല രസമുണ്ട് കാണാൻ ആക്ച്വലി. അപ്പോൾ തക്കാളി ഞാൻ ആദ്യം ഒന്ന് കഴുകിയിട്ട് വരാം. രണ്ടെണ്ണേ എടുത്തിട്ടുള്ളൂ ആക്ച്വലി. അപ്പോൾ ചെറിയ ക്വാണ്ടിറ്റിയെ നമുക്ക് വേണ്ടൂ. അപ്പോൾ ഇത് 2 തക്കാളി എടുത്തിട്ട് തന്നെ എനിക്ക് 2 ദിവസം വരുന്നുണ്ട് കറി. കാരണം ഞങ്ങൾ ആകെ 2 പേരല്ലേ ഉള്ളൂ. എന്നിട്ട് തന്നെ എനിക്ക് കറി 2 ദിവസം വരും. അപ്പോൾ തക്കാളി കഴുകി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ സാധാരണ കറിക്ക് കട്ട് ചെയ്യുന്ന മാതിരി കട്ട് ചെയ്തെടുക്കുക. കുറച്ച് വലിയ പീസസാണ് ഇഷ്ടമെങ്കിൽ ഞാനിപ്പോൾ ചെറിയ പീസസ് ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. കുറച്ച് വലിയ പീസസ് ആണെങ്കിൽ അതിനനുസരിച്ച് കട്ട് ചെയ്യുക. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് കട്ട് ചെയ്യുക. കുറച്ച് വലുത് വേണമെന്നുണ്ടെങ്കിൽ വലുതാക്കി കട്ട് ചെയ്യാം കേട്ടോ. ഞാൻ കുറച്ച് ചെറുതാക്കിയിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ കണ്ടില്ലേ, നല്ല ഗ്രീൻ കളറാണ്, ഉള്ളിലെല്ലാം നല്ല ഗ്രീൻ കളറാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ ആക്ച്വലി. അപ്പം ഇനി നമുക്ക് തക്കാളിയെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പച്ചമുളക്. ഞാനൊരു 2 വലിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്. പേടിക്കണ്ട, കാരണം ഈ പച്ചമുളക് ഒട്ടും എരിവില്ല, അതുകൊണ്ടാണ് 2 എണ്ണം എടുത്തത്. പിന്നെ ഹസ്ബൻഡിന് വലിയ എരിവ് ഇഷ്ടമല്ല, അതുകൊണ്ട് ഇറ്റ്സ് ഓക്കെ. അപ്പം പച്ചമുളക് ഞാൻ വട്ടത്തിൽ അരിഞ്ഞ് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ശ്രദ്ധിക്കണം, നല്ല എരിവുള്ള പച്ചമുളകാണെങ്കിൽ നോക്കി ആഡ് ചെയ്യുക. കാരണം ഇതിൽ മാത്രമല്ല, ഇനി നമുക്ക് അരപ്പരയ്ക്കാനുണ്ട്, അതിലും പച്ചമുളക് ആവശ്യമുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പച്ചമുളകെല്ലാം അരിഞ്ഞ് വെച്ചു കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് സവാള. എൻ്റെ കയ്യിൽ ഒരു വലിയ സവാളയായിരുന്നു, അപ്പോൾ അതിൻ്റെ ഒരു 1/4 ഭാഗം എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് അരിഞ്ഞിട്ട് സൈഡിലേക്ക് അതിൻ്റെ ഒപ്പം ചേർത്ത് വയ്ക്കുകയാണ്. 1/4 ഭാഗം എടുത്തിട്ടുള്ളൂ വലിയ സവാളയുടെ. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് വെളുത്തുള്ളി. ഞാനൊരു ചെറിയ 2 വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ നീളത്തിൽ അരിഞ്ഞിട്ട് വയ്ക്കുകയാണ്. ഒരു മീഡിയം സൈസ് വെളുത്തുള്ളി ആണെങ്കിൽ ഒരു വെളുത്തുള്ളി മതിയാവും. നമുക്ക് ഒരുപാട് വെളുത്തുള്ളി ഫ്ലേവർ എൻഹാൻസ് ചെയ്ത് നിൽക്കണ്ട. അപ്പം അതുകൊണ്ട് ചെറുതായതുകൊണ്ട് 2 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അരപ്പരയ്ക്കാനും നമുക്ക് വെളുത്തുള്ളി ആവശ്യമുണ്ട്. അതിൽ ഞാൻ നമ്മൾ ഒന്നേ ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാം, ഞാൻ എപ്പോഴും കറി ഉണ്ടാക്കുന്നത് മിക്കവാറും ചട്ടിയിലായിരിക്കും. അപ്പം അതേമാതിരി ഞാൻ ചട്ടി എടുത്തിട്ടുണ്ട്. ചട്ടിയിലോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ച വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അതിലോട്ട് ഒരു 1/4 കപ്പ് വെള്ളം, വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. 1/4 കപ്പ് മതിയാവും. ഉണ്ടല്ലേ, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുണ്ട് കാണാനും ഒക്കെ. കുറച്ച് ഡിഫറെൻ്റ് ആണ് ഈ കറി. സാധാരണ നമ്മൾ തക്കാളി വെച്ചിട്ട് തോരനാണ് സാധാരണ ഉണ്ടാക്കാറ്. പക്ഷെ ഇത് കുറച്ച് ഡിഫറെൻ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ പച്ചത്തക്കാളി കൊണ്ട് കറി ഉണ്ടാക്കിയത്. പക്ഷേ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന്. അപ്പം നമ്മൾ വെള്ളമെല്ലാം ഒഴിച്ചു. ഇനി നമുക്ക് അടുപ്പ് കത്തിക്കുന്നതിന് മുമ്പായിട്ട് നമുക്കിതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പിടുക. ഇപ്പോൾ കുറച്ചിട്ടുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ അരപ്പൊക്കെ അരച്ച് കഴിഞ്ഞിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് നമുക്ക് വെക്കാം. അപ്പോൾ ഞാൻ ഓൾറെഡി അടുപ്പ് കത്തിച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഒന്ന് തിളയ്ക്കാൻ തുടങ്ങും നമ്മൾ ഈ അരപ്പെല്ലാം അരച്ച് വരുമ്പോഴേക്കും. പിന്നെ നമുക്ക് തക്കാളി ഒന്ന് ചെറുതായിട്ട് ഒന്ന് വേവും. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് മിക്സഡ് ജാറിലോട്ട്, ചെറിയ ജാറാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്, അതിലോട്ട് ഒരു 1/4 കപ്പ് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുക. ഫ്രഷായി തിരുമിയ തേങ്ങയാണ്, അത് ആഡ് ചെയ്യുക. പിന്നെ നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ഒരു പച്ചമുളക്. കറി ഞാൻ ഓൾറെഡി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, ലോ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തക്കാളി ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് തുടങ്ങും, വെള്ളം ഒന്ന് തിളച്ച് തുടങ്ങും. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് അപ്പോഴേക്ക് അരപ്പരച്ച് വരാം. അത്ര സമയമൊന്നും വേണ്ടല്ലോ. നമുക്ക് ആകെ 1/4 കപ്പേ തേങ്ങ വേണ്ടു. ഇനി ഇതിലോട്ട് ഞാൻ പറഞ്ഞില്ലേ വലിയ പച്ചമുളകാണെങ്കിൽ ഒട്ടും എരിവില്ലാന്ന് ഉണ്ട്, അതേപോലെ ഒരു വലിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ പച്ചമുളക് ആഡ് ചെയ്യുക, ചെറിയ പീസസാക്കി ആഡ് ചെയ്ത് കൊടുക്കുക മിക്സഡ് ജാറിലോട്ട്. ഞാൻ ചെറിയ ജാറാണ് എടുത്തിരിക്കുന്നത്, കാരണം കുറച്ചല്ലേ നമുക്ക് ആവശ്യമുള്ളൂ. ഞാൻ ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ചെയ്യുന്നത്, അപ്പോൾ നമുക്ക് എല്ലാം കുറച്ചേ വേണ്ടൂ. ഇനി നമുക്കിതിലോട്ട് വേണ്ടത് കുറച്ച് ഒരു നുള്ള ജീരകം,
പിന്നെ ഒരു വെളുത്തുള്ളി. ഞാനിപ്പോൾ ആദ്യം വെളുത്തുള്ളി ആഡ് ചെയ്യാണ്. ഒരു ചെറിയ വെളുത്തുള്ളി. ഞാൻ പറഞ്ഞില്ലേ ഇത് ചെറുതായതുകൊണ്ട് ഒറ്റൊന്നേ ആഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ നമുക്ക് ആഡ് ചെയ്യേണ്ടത് ഒരു നുള്ള ജീരകം, ഒരു 1/4 ടീസ്പൂൺ ജീരകം, അത് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായി അരച്ചെടുക്കാം. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിക്കുക. ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പോരാ, കുറച്ചുകൂടെ വേണം, 1 ടേബിൾ സ്പൂൺ കൂടെ വേണം. അതായത് മൊത്തം 2 ടേബിൾ സ്പൂൺ വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ട് നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കുകയാണ്. വെള്ളം കുറച്ചുകൂടെ വേണമെങ്കിൽ കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ വെറുതെ അളവ് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നന്നായി അരഞ്ഞ് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല പേസ്റ്റായി അരഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് തൽക്കാലം മാറ്റി വെച്ചിട്ട് കറി എന്തായി നോക്കാം. ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞുവല്ലോ, കണ്ടില്ലേ കറി വെള്ളമെല്ലാം തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇതുവരെ ഇളക്കിയിട്ടില്ല. അങ്ങനെ നമ്മൾ ആ കഷ്ണം ഇട്ടിട്ട് അങ്ങനെ അടുപ്പിൽ വെച്ചതാണ്. അപ്പോൾ ഇപ്പം ഞാൻ മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ടിട്ടുണ്ട് തീയ, അതുകൊണ്ടാണ് വെള്ളം തിളച്ച് വന്നത്. അപ്പോൾ നമ്മൾ തക്കാളി വെന്തോ എന്ന് അറിയുന്നത് ഒരു ഫോർക്ക് കൊണ്ടൊന്ന് കുത്തി നോക്കുക, അല്ലെങ്കിൽ ഒരു കത്തി കൊണ്ട് കുത്തി നോക്കുക. അത് ഉള്ളിൽ പോവുകയാണെങ്കിൽ തക്കാളി സോഫ്റ്റായിട്ടുണ്ട്, വെന്തിട്ടുണ്ട്, അത്രയും മതി. ഒരുപാട് വെന്തുടയേണ്ട ആവശ്യമില്ല. അതാണ് നമുക്ക് വേണ്ട പാകം. അപ്പോൾ ഇപ്പോഴാണ് ഞാൻ കയ്യിലെടുത്തത്, അപ്പോൾ അതായത് തവിയെടുത്തത്. ഇനി നമുക്ക് ഇതിലോട്ട്, കാരണം കഷ്ണമെല്ലാം വെന്ത് കഴിഞ്ഞു, ഇനി നമുക്ക് വെള്ളമെല്ലാം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് അരപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും ഞാൻ തീ മീഡിയം ഫ്ലെയിമിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വെള്ളം ഒന്ന് തിളച്ച് വരണം. അതായത് തേങ്ങ കുക്കാവണം, ജീരകവും എല്ലാം ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് കുക്കായി വരണം. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലോട്ട് കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് കുലുക്കി വീണ്ടും ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ കാരണം ആ മസാല വീണ്ടും മിക്സിയുടെ ജാറിൽ ഇരിക്കുകയല്ലേ, അപ്പോൾ അത് മൊത്തം വരാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കുലുക്കിയിട്ട് വീണ്ടും ഒഴിച്ച് കൊടുത്തിരിക്കുകയാണ് ചട്ടിയിലോട്ട്. ഇനി നമുക്ക് വെള്ളം തിളയ്ക്കാൻ വെയിറ്റ് ചെയ്യണം. അപ്പോൾ വെള്ളം എല്ലാം തിളച്ച് ഇപ്പോൾ നല്ല ലിക്വിഡായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്ര ലിക്വിഡ് വേണ്ട, നമ്മുടെ കറി കുറച്ച് തിക്കായിട്ടിരിക്കണം, എന്നാൽ ഒഴിച്ചുകറിയുടെ പാകമായിരിക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഉപ്പ് പോരെങ്കിൽ കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലിപ്പോൾ ഉപ്പ് പോരാ, അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നിങ്ങൾ നോക്കണം കേട്ടോ, എങ്ങനെ ഉപ്പ് വേണോ വേണ്ടോ എന്നുള്ളതൊക്കെ ഓരോ ടേസ്റ്റ് ചെയ്ത് നോക്കിയാലേ അറിയുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളം എന്താ മെല്ലെ തിളച്ച് വരുന്നുണ്ട്, സൈഡിൽ നിന്നൊക്കെ മെല്ലെ ബബിൾസ് വരുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വറ്റി തുടങ്ങിയാൽ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. മാറ്റി വെച്ചിട്ട് നമുക്ക് കടുക് വറുക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട്, ഇത് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, കടുക് വറുക്കുന്ന സമയത്ത് നമുക്ക് ചെറിയുള്ളി വേണം. ഇപ്പോൾ ഒരു 3-4 ചെറിയുള്ളി തൊലിയെല്ലാം പൊളിച്ചിട്ട് വട്ടത്തിൽ അരിഞ്ഞ് വയ്ക്കുക. അപ്പോൾ അതിപ്പോൾ പറ്റിയ സമയമായിരിക്കും ചെയ്യാൻ, അതുകൊണ്ട് ഇപ്പോൾ തന്നെ പൊളിച്ച് വയ്ക്കുക. അപ്പോൾ നമുക്ക് കടുക് വറുക്കുന്ന സമയത്ത് എളുപ്പത്തിൽ എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതെ നന്നായി തിളച്ച് വരുന്നുണ്ട്. ഞാൻ തീ ലോ ആക്കി. ഇനി ഇതിലിരുന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വരട്ടെ. അപ്പോൾ അപ്പോഴേക്കും ആ തേങ്ങയെല്ലാം വെന്ത് വരും, അതിൻ്റെ പച്ചമണമെല്ലാം മാറും ആക്ച്വലി. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്, കാരണം ഇപ്പം ജസ്റ്റ് ഒന്ന് തീ ഓഫ് ചെയ്തതേ ഉള്ളൂ. കാരണം ഈ ഒരു പാകമാണ് നമുക്ക് വേണ്ടത്. ഒരുപാട് തിക്കാവാൻ പാടില്ല, എന്നാൽ ഒരുപാട് ലിക്വിഡ് ഫോമിലായിരിക്കാനും പാടില്ല. പിന്നെ ചട്ടിയാണ്, അതുകൊണ്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ ചൂട് കുറച്ച് നേരം നിൽക്കും. അതുകൊണ്ടാണ് ഓഫ് ചെയ്ത ശേഷം ഇപ്പോഴും തിളച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം എപ്പോഴും ചട്ടിയിൽ കറി വയ്ക്കുമ്പോൾ സൂക്ഷിക്കണം, ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ കണ്ടില്ലേ, ഇനി ഇത് ഇരിക്കുമ്പോൾ കുറച്ചുകൂടെ കുറുകും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ തന്നെ ഓഫ് ചെയ്ത് വെച്ചത്. അപ്പം നമ്മുടെ കറി ആക്ച്വലി റെഡിയായി. ഞാൻ ഒന്നുകൂടെ ഉപ്പ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്, മതിയോ എന്ന്. അപ്പോൾ ഉപ്പ് കറക്റ്റാണ്. ഇനി നമുക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നല്ല ആ തക്കാളിയുടെ പുളിയും ഒക്കെ നമുക്ക് വരുന്നുണ്ട് ആക്ച്വലി. കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ കുറച്ചുകൂടെ ആറിയിട്ടുണ്ട് അത് ആക്ച്വലി. അപ്പോൾ ഇനി നമുക്ക് കടുക് വറുക്കാം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഇതൊന്ന് മാറ്റി വെച്ചിട്ട് കടുക് വറുക്കുന്നതിൻ്റെ പാത്രം വയ്ക്കാം.
കടുക് വറുക്കാൻ ഉപയോഗിക്കുന്ന പാത്രമല്ലേ, അല്ലെങ്കിൽ ചീനച്ചട്ടിയാണെങ്കിൽ ചീനച്ചട്ടി വയ്ക്കുക. അപ്പോൾ അതിലോട്ട് ഞാൻ ഏകദേശം 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, നാടൻ കറികൾക്ക് എപ്പോഴും വെളിച്ചെണ്ണയാണ് നല്ലത്. അതിലോട്ട് ഞാൻ 1/2 ടീസ്പൂൺ കടുക് ആഡ് ചെയ്തിട്ടുണ്ട്. മുമ്പ് വീഡിയോ കണ്ടിട്ടുള്ളവരാണെങ്കിൽ അറിയാൻ പറ്റും, എനിക്ക് കടുക് വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ 1/2 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തത്. കടുക് അത്ര ഇഷ്ടമല്ലെങ്കിൽ 1/4 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. കടുക് എല്ലാം പൊട്ടിക്കഴിയട്ടെ. കടുക് പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിലോട്ട് ഒരു 4-5 മണി ഉലുവ ആഡ് ചെയ്ത് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. നോക്കിയിട്ട് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മതിയാവും. പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്തത് ഞാൻ ഒരു 1/4 ടീസ്പൂൺ ഉഴുന്ന് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഫ്ലേവറിങ് ഏജൻസ് ആണ്. ഉഴുന്ന് വേണമെന്ന് ഒരു നിർബന്ധമില്ല. പിന്നെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ചെറിയ ഉള്ളി കട്ട് ചെയ്ത് വെക്കണം, വട്ടത്തിൽ അരിഞ്ഞ് വെക്കണമെന്ന്, അത് അരിഞ്ഞ് വെച്ചത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ ഇവിടെ ഒരു 3 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ആണ് ഇട്ട് വെച്ചിരിക്കുന്നത്. ഫസ്റ്റ് തൊട്ടേ ലോ ഫ്ലെയിമിലാണ്. അത് മാത്രം ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ കത്തിപ്പിടിക്കും. കാരണം ചെറിയ പാനാണ്, പെട്ടെന്ന് എണ്ണ കരിയും. അപ്പോൾ അത് മാത്രം ശ്രദ്ധിക്കുക, എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. ഇങ്ങനെ കടുക് വറുക്കണ പാത്രം വെക്കുന്ന സമയത്ത്. അപ്പോൾ ഒന്ന് ലൈറ്റ് ബ്രൗൺ നിറാവട്ടെ. ഇപ്പോൾ കണ്ടില്ലേ, ലൈറ്റ് ബ്രൗൺ നിറായി വന്നിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്യുക. തീ ഓഫ് ചെയ്ത ശേഷം നമുക്ക് കറിവേപ്പില കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഇതൊന്ന് ലൈറ്റ് ബ്രൗൺ നിറാൻ ഒരു 2-3 മിനിറ്റ് ആവും. അപ്പോൾ ഒന്ന് കറിവേപ്പില ഒന്ന് കീറിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് മൊരിഞ്ഞ് വരും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് കറിയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതൊന്ന് കറിവേപ്പില ഇട്ടിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇപ്പോൾ തീയെല്ലാം ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റിയിട്ട് നമ്മുടെ കറിയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. കറിയിലോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞ ഉടനെ നമുക്ക് ഒന്ന് ഇളക്കിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ കടുക് വറുത്തതിൻ്റെ ആ ഉള്ളിയും ഇതെല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് അടപ്പുകൊണ്ട് അടച്ച് വെക്കുക. അല്ലെങ്കിൽ അതിൻ്റെ ഫ്ലേവേഴ്സ് എല്ലാം പോവും. എന്നിട്ട് സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രം അടുപ്പ് തുറന്ന് സെർവ് ചെയ്യുക. അപ്പോൾ നമ്മൾ കടുക് വറുത്തത് കറിയിലോട്ട് ആക്കി കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഇനി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് അടപ്പുണ്ട് അപ്പം തന്നെ അടച്ച് വയ്ക്കുക. ഇനി ഇത് തുറക്കണത് ഞാൻ ചോറിനൊപ്പം ഹസ്ബൻഡ് വരുമ്പോൾ സെർവ് ചെയ്യാൻ വേണ്ടി മാത്രമേ തുറക്കുള്ളൂ. അപ്പോൾ നമ്മുടെ കറി ആക്ച്വലി റെഡി ആയിട്ടുണ്ട്. അതായത് പച്ച തക്കാളി കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.